ഇന്നാണ് സ്പെയിൻ വേഴ്സസ് അർജന്റീന ഫൈനൽ. ആസ് എ ബ്രാച്ചുഗൽ ഫാൻ ഞാൻ സ്പെയിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോണത്. നമുക്ക് സ്പെയിന്റെ ജേഴ്സി ഇട്ടിട്ട് അർജന്റീന ഫാൻസിന്റെ അടുത്തേക്ക് പോയി അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും. അതുപോലെ ഇന്ന് അർജന്റീന കപ്പടിച്ചോണ്ടല്ലോടാ എനിക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ വീഡിയോക്കകത്ത് പറയാം. ഓക്കെ, വഴിയെ ഞാൻ പറയാം. എടാ നമ്മള് സ്ഥലം എത്തിയിട്ടാ, ഇതിന്റെ അകത്താ. എല്ലാരും എന്നെ നോക്കുക സ്പെയിന്റെ ജേഴ്സി ഇട്ടിട്ട്. വാ കമോൺ. അങ്ങനെ സ്പെയിന്റെ ജേഴ്സി ഇട്ട് ഞാൻ അകത്തേക്ക് നിന്ന് ഇവിടെ ചെന്നപ്പോ കളി തുടങ്ങാൻ കുറച്ചുകൂടെ സമയം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയേക്കാണ്. ഇനി നമുക്ക് ഓരോരുത്തരും പ്രഡിഷൻ ചോദിക്കാം. എന്റെ പ്രഡിഷനാണ് സ്പെയിൻ 2-1 സ്പെയിൻ ജയിക്കും. ഇനി ക്യാമറ പറ. എന്റെ പ്രഡിക്ഷൻ അർജന്റീന 3 സ്പെയിൻ 2. സ്പെയിൻ 0 സമനില. ഇത് ഫൈനലാണോ? അവിടെ പോലീസുകാരൻ ഇപ്പൊ നോക്ക് ചോദിച്ചാലാ? ചോദിക്കണ പോലീസുകാരനോട് ചോദിച്ചിട്ട് വന്നല്ല. സാറ് പറഞ്ഞേക്കണേ. ആരും ഒരാളുടെ പേര് പറഞ്ഞാൽ കണ്ടിട്ട് പറയാനാ. ഇത് ഫൈനലാ. സ്പെയിനോ അർജന്റീന? അങ്ങനെ കളി തുടങ്ങുന്ന സമയമൊക്കെ ആൾക്കാരൊക്കെ നിറഞ്ഞ് വന്നവരെല്ലാരും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അർജന്റീനയുടെ ഫാൻസ് ആയിരുന്നു. ഒന്നുമില്ല. കപ്പ് നമുക്കാ. കപ്പ് സ്പെയിൻ. പ്ലേയേഴ്സ് ഇറങ്ങി തുടങ്ങി. സ്പെയിന്റെ ജനഗണമന പറയാട്ടോ. അത് അർജന്റീനയുടെ ജനഗണമന. ക്യാമറമാൻ എടുക്കാം. ക്യാമറമാൻ കളി തുടങ്ങി. മെസ്സി ടച്ചെടുത്ത് കളി തുടങ്ങി. അതിനുശേഷം മഴ കൂടി വന്നപ്പോ സൈഡിലേക്ക് എല്ലാവരും മാറി. നമ്മുടെ മുമ്പിൽ ഈ ഒരു ബസ് കിടക്കണില്ല എന്നെങ്കിൽ നമുക്കും ദൂരെ നിന്ന് കാണാമായിരുന്നു. ഭയങ്കര മഴ ഇങ്ങോട്ട് മാറി. ഈ മഴയിൽ എന്തോ ഉണ്ട്. നല്ല ലക്ഷണം വരുമ്പോ മഴ വരും. അപ്പൊ സ്പെയിൻ ജയിക്കുമായിരിക്കും. രണ്ടാമത്തെ സ്റ്റാർ അർജന്റീന സ്പെയിൻ ജയിക്കും. അതിന്റെ സൂചനയാണ് ഇപ്പൊ മഴ വേണം. മനസ്സിലാവും. ഇത്ര നാൾ മഴയില്ല, നിന്നാ മഴ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ സ്പെയിൻ ജയിക്കും. കറക്റ്റ് സമയത്ത് ഹൈഡ്രേഷൻ ബ്രേക്ക് പോയി. അപ്പൊ നമുക്ക് കളി മിസ് ആവില്ല. മഴ കൊണ്ട് നമ്മൾ കയറി നിന്ന് അപ്പൊ തന്നെ ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞിട്ടാണെങ്കിലും മഴ മാറുന്നില്ല. മഴ കൂടിക്കൊണ്ടിരിക്കുക. കുറച്ചു പേരൊക്കെ ഈ ബസിന്റെ അകത്ത് നിന്ന് കളി കാണുവാണ്. കസേരയിൽ നിന്ന് കണ്ടോണ്ടിരുന്നവർ മഴ പെയ്തപ്പോഴത്തേക്കും കസേര എടുത്ത് തലയെ വെച്ചിട്ട് മഴ അനയാണ്ടിരിക്കാനായിട്ട് നിൽക്കുവാണ്. കളിയുടെ എല്ലാം പോയടാ. മഴ കൊണ്ടുപോയി എല്ലാം. കുറച്ചുപേര് ബസ്സിൽ കയറിക്കണ്, കുറച്ചുപേര് കസേര എടുത്ത് തലയെ വെച്ചേക്കണ്. നമ്മളിങ്ങോട്ട് മാറിയിക്കണ്. എന്താല്ലേ എടാ സ്പെയിൻ എന്നാന്ന് പറഞ്ഞേ? വാമോ സ്പെയിൻ എന്ന് പറയോ? വിവാ സ്പെയിൻ. ഫോഴ്സ സ്പെയിൻ. അതിനുശേഷം നമ്മളും വിചാരിച്ചു ഈ ഒരു ബസ്സിൽ കയറി ഇന്ന് കളി കാണാന്ന്. നമ്മള് ബസ്സിൽ നിന്നാട്ടോ കളി കാണണേ. അങ്ങനെ കാണിച്ചാൽ കോപ്പിറൈറ്റ് അടിക്കില്ലായിരിക്കും. മഴ കാരണം പിള്ളേരുടെ ഓൾറെഡി നല്ലൊരു എക്സ്പീരിയൻസ്. നീ എപ്പോഴേലും ബസ്സിൽ നിന്ന് കളി കണ്ടിട്ടുണ്ടോ? ജിയോ സ്റ്റാറിലൊക്കെ നമ്മൾ കളി കണ്ടിട്ടുണ്ട്, ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സ്ക്രീനിൽ പുറത്തെ സ്ക്രീൻ നമ്മൾ ബസ്സിൽ നിന്ന് കളി കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞെങ്കിലും നമ്മൾ ഈ ഒരു ബസ്സിന്റെ അകത്ത് തന്നെ നിന്നോണ്ടിരുന്നു. കാരണം ഇതിലൊട്ടും നനയില്ല. നല്ലൊരു ട്രിപ്പിളിങ്. അത് കഴിയുമ്പോ പോടാ നീ പോടാ. നിന്നെ ക്യാമറമാനെ ഞാൻ പുറത്താക്കും. കുക്കറുകള അടിപൊളി കളിയാട്ടാ. ഇല്ല അടിപൊളി. സ്പെയിൻ നന്നായിട്ട് കളിക്കോണ്ട് ഗോൾ അടിക്കണില്ല. നമ്മുടെ ഇവിടെ ഒരുത്തരോടില്ല. അവനെ മഴ വന്നേ പിന്നെ കാണാനില്ല. ദേ നിൽക്കണ നമ്മുടെ കാണാണ്ട് പോയ മച്ചാൻ. പോയി ഓടി സേവ് ചെയ്ത് ഗോളി സേവ് ചെയ്തടാ. പിന്നെ മഴ കൂടിക്കൊണ്ടേയിരുന്നു. നമ്മൾ ബസ്സിൽ നിൽക്കുകയും ചെയ്തു. പോയി കുക്കറുകൾ അടിച്ചാ പോയി. നല്ല ഷോട്ട്. കുക്കറുകള തീറുകളി. കുക്കറുകള
പോർച്ചുഗൽ. കുറച്ച് കഴിയുമ്പോൾ ബസ്സിലെ ഡ്രൈവറൊക്കെ വന്നിട്ട് വണ്ടിക്കകത്ത് നിന്നവരെല്ലാവരും ഇറക്കി വിട്ടു. അവിടെ നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടറാ. ഇനി ഇവിടെ നിന്ന് കളി കാണണം. അവിടെയാണ് മഴ നനയവും വേണം. ആകെ ഉണ്ടാകുന്ന വണ്ടി ആദ്യം അവിടെ നിന്ന് ഇറക്കിയും വിട്ട്. ഹാഫ് ടൈം ആയല്ലേ ഹാഫ് ടൈം ആയതിൻ്റെ ശബ്ദം ഇപ്പോൾ നമ്മൾ കേട്ടെ. ഹാഫ് ടൈം ആയി ഭയങ്കര. ആദ്യത്തെ കുറച്ച് മിനിറ്റ് നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്ന കളിയായിരുന്നു. പക്ഷേ ഈ മഴ വന്നതോടുകൂടി കുറേ പേര് കയറി നിന്ന് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു സാധനം ശ്രദ്ധിക്കണേ. അവിടെ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ കിടന്ന് വൈബ്രേഷൻ ആവുക. ഇത് അവിടെ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ വൈബ്രേഷൻ തന്നെ. അമ്പോ എന്നല്ലേ കളി കാണാൻ വന്ന എന്നൊക്കെ എക്സ്പീരിയൻസാ. ഇത് രാത്രി വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് കിട്ടുമായിരുന്നോ? ഇല്ല. പക്ഷെ നമ്മള് കിട്ടി. പ്രകടനം വെച്ച് അർജന്റീന ജയിക്കും. തിരിച്ചു വരും. സ്പെയിനെ മൊത്തം കളിച്ചാൽ തിരിച്ചു വരുമോ? വരുമോ? ചാൻസ് ചാൻസ് ഉണ്ട്. വരും. ഇന്ന് സ്പെയിൻ അടിക്കുള്ളൂ. അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പ്. ഈ യമാലിന് തൊട്ടൊക്കെ ഒരു ചാൻസ്. യമാലിന്റെ ഫസ്റ്റ് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് കേറിന്ന് ഓർത്തെ. പക്ഷെ മാർട്ടിൻസ് ആ ഷോട്ട് അടിച്ചപ്പോ അവിടെ നിന്ന് ഒരു ആളുടെ കാല് വീണ്. കാലിടിച്ചോണ്ട് പറ്റിയില്ല. മാർട്ടിനേഴ്സിന്റെ കാല് പിടിച്ച്. അല്ലാതെ ചിലപ്പോ പുള്ളി അടിച്ച പോലെയാണ് ചിലപ്പോ കേറിയാനെ. സ്പെയിൻ കംബാക്ക് അടിക്കും. സ്പെയിൻ അടിക്കും. മെസ്സി ഗോൾ അടിക്കും. ഇല്ല സ്പെയിനാ. ഇത് കണ്ട ഞങ്ങൾ സെക്കൻഡ് ഹാഫിലാ കളി. നിങ്ങൾ സെക്കൻഡ് ഹാഫ് സ്പെയിൻ ഒരു ഗോളെ വഴങ്ങിയിട്ടുള്ളൂ. സ്പെയിൻ ഒരു ഗോളെ വഴങ്ങിയിട്ടുള്ളൂ. അത് പ്രസക്തി ഉണ്ട്. നല്ല പ്രസക്തി ഉണ്ട്. ഇന്ന് സ്പെയിൻ ആയിക്കോളൂ. അല്ല സ്പെയിൻ സ്പെയിൻ. എടാ മഴ പോയി. നമുക്ക് അങ്ങോട്ട് പോവാ. ബ്രോ മഴ പിന്നെയും വന്ന് നമ്മൾ പിന്നെയും കയറി നിൽക്കുക. ഈ മഴ പോകണല്ലടാ. വല്ലാത്ത മഴ. അത് ഭയങ്കര മഴ. ചെറിയ വല്ലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വലിയ മഴ. അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്ക് മഴ മൊത്തത്തിൽ പോയി. ഒന്നുമില്ല അടിക്കും. എന്തോരം ചാൻസാ പോണേ. അതിന്റെ കോർണറാ. പെനാൽറ്റി ഒന്നുമല്ല. പോയി എടാ 50 മിനിറ്റായി. ഇതുവരെ ഗോളൊന്നും ആയിട്ടില്ല. ഇനി അപ്പൊ ഗോള് വരുമോ? അതും പോയി. എടാ 61 മിനിറ്റായി. രണ്ടുപേരെ സബ് ചെയ്യുക. പയ്യന്മാര് വരുവാ. പേരറിയാൻ പാടില്ല. റീബൗണ്ട് വന്നിട്ട് പോയി. എടാ സ്പെയിൻ നന്നായിട്ട് കളിക്കോണ്ടാ. ഈ അർജന്റീന കളിക്കണില്ല. എന്നിട്ട് നീ ഇപ്പൊ ലാസ്റ്റ് അർജന്റീന ഓടിച്ച് ചിലപ്പോ ജയിക്കും. സ്പെയിൻ ഇത്രയും കളിക്കുന്നുണ്ട്. അത് വെറുതെ ഔട്ടോ. എടാ മെറീനോ വന്ന് മച്ചാൻ ലാസ്റ്റ് വന്ന് എപ്പോഴും ഓടിക്കാറുണ്ട്. അങ്ങനെ പോർച്ചുഗൽ ഔട്ടായേ. അപ്പൊ ഇതിലടിക്കുമായിരിക്കും. പിന്നെ സ്പെയിൻ നല്ല അറ്റാക്കിംഗ് ഉണ്ടെങ്കിൽ ഫിനിഷിംഗിൽ അതുകൊണ്ട് ഗോൾ അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. കളി മൊത്തത്തിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം സ്പെയിന്. അതിനുശേഷമാണ് ഒരു സംഭവം നടക്കണേ. കളിയിലൊരു ട്വിസ്റ്റ്. ഇഞ്ചുറി ടൈമിൽ ലാസ്റ്റ് മിനിറ്റായി. സ്പെയിന് ഫ്രീ കിക്ക്. ഇതടിച്ച സെറ്റ്. ഇതടിച്ച കളി കഴിച്ച് കപ്പ് കിട്ടി. എക്സ്ട്രാ ടൈമിലേക്ക് പോവാ. കളി കഴിഞ്ഞ് എക്സ്ട്രാ ടൈം കഴിഞ്ഞ്. സ്പെയിൻ ജയിച്ചിട്ട് പൊട്ടിച്ചാ പറയാന്നാ. അവിടെ സ്പെയിനാണ് ഏറ്റവും കൂടുതൽ ഓൺ ടാർഗറ്റ്. 11 ഓൺ ടാർഗറ്റ്. അർജന്റീനക്ക് ഒരെണ്ണം പോലും ഇല്ല. അർജന്റീനക്ക് ഒരെണ്ണം ഇല്ല. സ്പെയിൻ നന്നായിട്ട് കളിക്കോണ്ടാ. ഭാഗ്യമില്ല. പിന്നെ എക്സ്ട്രാ ടൈം തുടങ്ങിയിട്ട് സ്പെയിൻ ഒരു ഗോൾ അടിച്ചെങ്കിലും അത് ഫൗള് കാരണം ഡിസാലോ ചെയ്ത്. അതിനുശേഷമാണ് സ്പെയിന്റെ ഗോൾ വന്നത്. അതിനുശേഷം സെക്കൻഡ് ഗോൾ അടിച്ചായിരുന്നു. അത് ഓഫ് സൈഡും വിളിച്ച്. എടാ ജസ്റ്റ് മിസ് അർജന്റീനയുടെ ഇപ്പൊ കേറിയെന്ന് ഓർമ്മ. എടാ 15 സെക്കൻഡ് ഉള്ളൂ. എടാ 10 സെക്കൻഡ് ഉള്ളൂ. അർജന്റീനയുടെ ലാസ്റ്റ് ചാൻസ്.
സ്പെയിൻ നന്നായിട്ട് കളിച്ചടാ. സ്പെയിൻ ഡിസർവ് ആയത് ഇന്നത്തെ കളി വെച്ചിട്ട്. സ്പെയിൻ ജയിച്ച് അവനെ പോട്ടറാ. അടുത്ത വർഷം അടുത്ത വേൾഡ് കപ്പ് അടിയാ. കേസ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലെന്ന് ഇന്ന് അർജന്റീന ജയിച്ചാൽ എനിക്ക് കുറേ നേട്ടങ്ങളുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ പേരായിട്ട് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അർജന്റീന ജയിക്കുവാണെങ്കിൽ മന്തി മേടിച്ചു തരാമെന്നൊക്കെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഓവർ. അത് പോയി. എന്തായാലും എന്താ സ്പെയിൻ എന്നാ കളിയാണ് കളിച്ചത്? ഒച്ചയെ കടഞ്ഞിട്ടോ. സ്പെയിൻ എന്നാ കളിയല്ല കളിച്ചത്. പൊസഷൻ വെച്ച് കളിക്കുമെന്നൊക്കെ അല്ലാണ്ടെങ്കിലും അറിയാമായിരുന്നു. നമുക്ക് ആദ്യം തന്നെ അറിയാം സ്പെയിൻ അങ്ങനെയല്ല കളിക്കുന്നത്. സ്പെയിൻ്റെ കളി അങ്ങനെയുള്ളൂ. പക്ഷേ അർജന്റീന അനക്കിയില്ല. അർജന്റീന ലാസ്റ്റത്തെ കുറച്ച് നേരം കണ്ട ആ ഷോട്ടൊക്കെ അടിച്ച് 3 ഷോട്ടും കൂടെ അടിച്ച് ഒരു ഓൺ ടാർഗറ്റ് ഉള്ള അർജന്റീനയ്ക്ക് ഒരു അമ്മാതിരി ഡോമിനൻസ്. എന്തായാലും സ്പെയിൻ ജയിച്ച് നന്നായിട്ട് കളിച്ച് സ്പെയിൻ ജയിക്കുകയും ചെയ്തു. അതുപോലെ ഉണ്ടല്ലോ എനിക്കറിയാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് അത്രയും ഇതൊന്നും വന്നിട്ടുണ്ടാവില്ലെന്ന്. കാരണം മഴയെ കാരണം നമ്മൾ കയറുന്നില്ലെന്ന്. ശരിക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന്. പക്ഷെ എന്നാലും നമ്മൾ ഉള്ളതൊക്കെ വെച്ച് നന്നായിട്ട് ചെയ്യുന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കാണാം. സോ ബൈ. എന്നാലും വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോടാ. ഇനി 4 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അടുത്തുള്ളൂ. എന്നെ പെട്ടെന്നല്ല കഴിഞ്ഞേ.